ദേവികുളം നിയോജക മണ്ഡലത്തിലെ വന്യജീവി ശല്യം പ്രതിരോധിക്കാൻ ഈ വർഷം എംഎൽഎ ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ അനുവദിച്ചതായി ദേവികുളം എംഎൽഎ അഡ്വക്കേറ്റ് എ രാജ. മുൻ വർഷങ്ങളിൽ ആന സ്ഥിരമായി ഇറങ്ങുന്ന പ്രദേശങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ പ്രദേശങ്ങളിൽ സോളാർ വേലിയും കിടങ്ങും നിർമ്മിക്കുന്നതിനായി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതായും എംഎൽഎ വ്യക്തമാക്കി. കാടിറങ്ങുന്ന വന്യജീവികളെ വനത്തിലേക്ക് തുരത്താൻ RRT സംഘം പൂർണ്ണ സജ്ജമായി പ്രവർത്തിക്കുന്നുവെന്നും എംഎൽഎ പറഞ്ഞു. അടുത്തിടെയായി നമ്മുടെ പ്രദേശങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷമായിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ആനയുടെ ശല്യം, മറുഭാഗത്ത് ഇന്നലെയൊക്കെ മൂന്നാറിൽ പുലിയിറങ്ങി, പുലിനെ ആളുകൾ കണ്ടു എന്നാണ്. അപ്പോൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് ഇപ്പോൾ പതിവായിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ കാട്ടിലേക്ക് തുരത്തിവിടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ RRT ടീം സജ്ജമായി നിൽക്കുന്നുണ്ട്. എപ്പോൾ വിളിച്ചാലും അവർ ഈ സ്ഥലങ്ങളിലെല്ലാം ഓടി എത്തുന്നുണ്ട്. പല മേഖലകളിലും ഇന്ന് കാടുകളിൽ നിന്ന് നാട്ടിൻപുറത്തേക്ക് ഇറങ്ങി വരുന്നു, ആളുകളെ ആക്രമിക്കുന്നു, അതുപോലെ നമ്മുടെ കൃഷി നശിപ്പിക്കുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരിച്ച് കാട്ടിലേക്ക് വിടുക, കാട്ടിൻ്റെ അകത്തേക്ക് അതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും അതുപോലെ ഭക്ഷണം അടക്കം ക്രമീകരിച്ചാൽ മാത്രമേ ഇത് ഇറങ്ങി വരുന്നത് നമുക്ക് ഒന്ന് കുറയ്ക്കാൻ പറ്റും. പല സ്ഥലങ്ങളിലും ഈ കഴിഞ്ഞ വർഷങ്ങളിലായി പല ഈ ആന സ്ഥിരമായി ഇറങ്ങുന്ന സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അവിടങ്ങളിലെല്ലാം സോളാർ വേലിയും അതുപോലെ ഡ്രഞ്ചും താത്തുന്ന പണികൾക്ക് വേണ്ടി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് അവർക്ക് പോലീസ് ഹൗസിംഗ് സൊസൈറ്റിയിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് വർക്കുകൾ തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടി ദേവികുളം നിയോജക മണ്ഡലത്തിൽ മാത്രം ഈ വർഷം വന്യമൃഗ ആക്രമണം തടയുന്നതിന് വേണ്ടി MLAയുടെ ആസ്തി വികസനം നിന്ന് സ്പെഷ്യൽ ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. അത് എവിടെയൊക്കെയാണോ അതിരൂക്ഷമായിട്ടുള്ള ഈ പ്രശ്നങ്ങളുള്ളത് ആ സ്ഥലങ്ങളിൽ അവിടെ എന്താണോ ആവശ്യം ഇതിനെ തടയുന്നതിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് നൽകിയിട്ടുള്ളത്.